1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 800800-800120. നല്ല വളിച്ച ചിരി. ഇവിടെ വന്നിരി. ഇവിടെ വന്നിരിക്കേ. എന്തിനാ 1 കിലോമീറ്റർ ദൂരെ പോയിരിക്കണേ? ഇങ്ങ് അടുത്ത് വന്നിരി. അടുത്ത്. ഞാൻ അവിടെ നിന്ന് എന്തും പറഞ്ഞാ വിട്ട. കിടന്നുറങ്ങണം, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ഞാൻ അടികൊള്ളും പറഞ്ഞു വിട്ടതാണോ? പിന്നെ എന്തിനാ തേരപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ? എങ്ങനെ പിച്ചാണ്ടിരിക്കും? റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ആക്കിയതല്ലേ. എന്നിട്ട് കൊളക്കോഴിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. കൊളക്കോഴിന്നാ? അമ്മൂമ്മേ എന്തിനു വിളിച്ചേ? കൊളക്കോഴി അമ്മൂമ്മ വിളിക്കാൻ പാടുണ്ടോ? കൊളക്കോഴി അമ്മൂമ്മ പണ്ട് അമ്മൂമ്മ വിളിക്കണ പേരില്ലായിരുന്നോ? നമ്മളോട് കൊളക്കോഴി അമ്മൂമ്മ വിളിച്ച അമ്മൂമ്മക്ക് സങ്കടാവൂലേ? ചേച്ചി എന്തിനാണ് അമ്മൂമ്മ കൊളക്കോഴിന്ന് വിളിച്ചത്? ചേച്ചി എന്തിനാണ് അമ്മൂമ്മ പിച്ചിയത്? കൊളക്കോഴി ഞാൻ വിളിച്ചല്ലേ കേട്ടോ. പിച്ചിയത് എന്തിന്? റെസ്റ്റ് എടുക്കാൻ പറ്റാ റെസ്റ്റ് എടുക്കണം. അത് മാത്രല്ല, വികൃതി ആര് കാണിച്ചാലും ഞാൻ പിച്ചും. അതിപ്പോ അമ്മൂമ്മയാണെങ്കിലും ശരി, പാർക്കുട്ടിയാണെങ്കിലും ശരി. മോളെ അമ്മൂമ്മേ, ആ മുറിയിലെങ്ങാനും പോയി കിടക്ക് ചെല്ലി. മോളെ, എനിക്ക് പകലുറക്കം ശീലമില്ലെന്ന് നിനക്കറിയാവല്ലോ. ഞാൻ അടുക്കളയിലെങ്ങാനും പോയി എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തോണ്ട് അവിടെ നിന്നോളാം. പകൽ 1 മണിക്കൂർ കിടന്നുറങ്ങുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മോള് ചെല്ലി. ഞാൻ കിടന്നോളാം, പക്ഷെ ഇപ്പൊ ഞാൻ 1 മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ. നീ ഭക്ഷണം കഴിച്ചോടാ. ഫുഡ് കഴിച്ചാന്ന്? ഓ കഴിച്ചു ദയിച്ച്. അതെ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ജംഗ്ഷൻ വരെ ഒന്ന് പോകണം. എന്തിനാന്ന് അറിഞ്ഞാലേ പോകാൻ പറ്റത്തുള്ളൂ. എന്തിനാന്ന് അറിഞ്ഞാലല്ലേ പോയ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരിയാണല്ലോ. എനിക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. എന്ത് സാധനം മേടിക്കാനുണ്ട്? അത് ഞാൻ ലിസ്റ്റ് അയച്ചാ പോരെ? പിന്നെ ജംഗ്ഷനിൽ പോകുന്നതൊക്കെ കൊള്ളാം. ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വായ നോക്കി നിൽക്കരുത്. മര്യാദക്ക് വീട്ടിലേക്ക് വന്നോളാം. ശരി ഞാൻ മര്യാദക്ക് വീട്ടിലോട്ട് വന്നോളാം. കാശ് തരുമോ? ഞാൻ പോയിട്ട് വരായിരുന്നു. ബാക്കി പൈസക്ക് കണ്ട കപ്പലണ്ടി മിഠായും സിപ്പൊന്നും കഴിച്ചോണ്ട് നിക്കരുത്. കൊച്ചു കുട്ടിയല്ല, ഇള്ള പിള്ളയല്ല ഞാൻ. കാശതാ. അയ്യോ, ഇയാള് വലിയ പുരുഷൻ വന്നേക്കുന്നു. അമ്മൂമ്മ നോക്കിക്കോ, തിരിച്ചു വരുന്ന വഴിക്ക് ആ മെർലിനെയും വിളിച്ചു വരുത്തി ഏതെങ്കിലും ഇടവഴിയിൽ ഇങ്ങനെ സൊള്ളിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാൻ പോണില്ല. മോൻ പോയില്ലെങ്കിൽ ചേച്ചിയുടെ ഇന്നൊരു 5ന്റെ പൈസ പ്രതീക്ഷിക്കണ്ട. ഞാൻ ജംഗ്ഷനിൽ പോയിട്ട് ഫോൺ വിളിക്കാം. പറഞ്ഞാ മതി എന്താ വേണ്ടേന്ന് വെച്ച്. പോ. ഈ ചെറുക്കനൊക്കെ ഏത് കാലത്താണാവോ എന്നെ താങ്ങി ജീവിക്കുന്നത് നിർത്താൻ പോകുന്നു. അല്ല, പഠിച്ചൊക്കെ കഴിയുമ്പം. അമ്മൂമ്മ ഇതുവരെ പോയില്ലേ? പോവാ. നീ പൊറക്കാൻ ഞാൻ വരണോ? വേണ്ട, ഞാൻ പോവാ. ലച്ചു, ഞാൻ പോട്ടാ. വേണ്ട, എന്നെ മടി കയറി. എന്തൊക്കെ അറിയണം? പോവേണ്ടി. പോരെ. എല്ലാവർക്കും എന്നെ എന്തൊരു പേടിയാണ്. Keep it, Lachu. Keep it up.